സാർ, വളരെ ഗുരുതരമായ വാർത്തകളാണ് അന്തർദേശീയ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് റഷ്യയുടെ ഓപ്പോസിഷൻ ലീഡർ കൊല്ലപ്പെട്ടു. പുട്ടിൻ്റെ വിമർശകനായിരുന്നു. അന്ന് ചില കമൻസൊക്കെ വന്നിരുന്നു. ഇതേ അന്ത്യം തന്നെ, ഇതേ രീതിയിലുള്ള അന്ത്യമായിരിക്കും പുട്ടിനെന്നും ഒരു കമൻറ്റൊക്കെ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ആ കമൻറ്റ് ശരിയായിട്ടാണോ എന്നറിയില്ല. കഴിഞ്ഞ 10-12 ദിവസമായി പുട്ടിൻ ആരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. അതായത് പുട്ടിൻ എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ലാത്തൊരവസ്ഥ അവിടെയുണ്ട്. അതെന്തുകൊണ്ടങ്ങനെ ഉണ്ടായി, അതിൻ്റെ സാഹചര്യം എന്താണ്, അതൊന്ന് വിശദീകരിക്കാമോ? അങ്ങ് പറഞ്ഞത് ശരിയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ഇംഗ്ലണ്ടിൽ നിന്നുള്ള പല മാധ്യമങ്ങളിലും റഷ്യൻ പ്രസിഡന്റ് പെട്ടെന്ന് തന്നെ പൊതുരംഗത്ത് നിന്നും അപ്രത്യക്ഷനായിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഊഹാപോഹങ്ങൾ ആയിരിക്കാം, കാരണം ഔദ്യോഗികമായിട്ട് നമുക്കിപ്പോൾ ഇത് സ്ഥിരീകരിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല. പക്ഷേ എങ്കിലും ഈ വാർത്തകൾ തെറ്റാണെന്ന് തെളിയിക്കാനായിട്ട് പുടിൻ ഒരു തവണയെങ്കിലും പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടാമല്ലോ. പക്ഷെ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇതിനൊപ്പം തന്നെ ചൈനയിൽ നിന്നും വലിയ ഒരു സംഘം ഡോക്ടർമാര്, അതുപോലെ പുടിൻ എ ഗ്രൂപ്പ് ബ്ലഡ്, എ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എ ഗ്രൂപ്പാണ് അദ്ദേഹത്തിന്റെ രക്തമെന്നാണ് അന്താരാഷ്ട്ര തലത്തിൽ പ്രചരിക്കുന്ന വാർത്ത. അപ്പോ എ ഗ്രൂപ്പ് രക്തമുള്ള യുവാക്കളായ ചൈനീസ് സൈനികരെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരു തെളിവായിട്ടാണ് പലരും പറയുന്നത്. പിന്നെ പ്യോങ്യാങ്ങിൽ നിന്നും, അതായത് ഉത്തര കൊറിയയിൽ നിന്നും ഈ റീജനറേറ്റീവ് ട്രീറ്റ്മെന്റിൽ, ട്രഡീഷണൽ കൊറിയൻ മെഡിസിനിൽ വലിയ ഒരു മുന്നേറ്റമുള്ള അത് വളരെ മുന്നിലാണ് റീജനറേറ്റീവ് മെഡിസിനിൽ കൊറിയ. അപ്പൊ റീജനറേറ്റീവ് മെഡിസിന്റെ എക്സ്പെർട്ടുകൾ ഉത്തര കൊറിയയിൽ നിന്നും മോസ്കോയിൽ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ കാണിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ശാരീരികമായി എന്തോ കടുത്ത അവശതയിലാണ് എന്നാണ്. ഈ തക്കം നോക്കിയിട്ട് നമ്മുടെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു, അയാൾക്ക് ഇനി അധികം നാളെ ജീവിച്ചിരിക്കാനൊന്നും പോകുന്നില്ല. പുള്ളിക്കാരൻ കിളവനായി കഴിഞ്ഞിരിക്കുന്നു, ഇനിയിപ്പോ അധികം നാളൊന്നും ബാക്കിയില്ല. ഞാനാണെങ്കിൽ ചെറുപ്പവുമാണ്, എനിക്ക് 48 വയസ്സേ ഉള്ളൂ. പുട്ടിന് 73 വയസ്സുണ്ട്. അത് കാരണം പുള്ളിയുടെ ആയുസൊക്കെ ഇനി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് യുദ്ധത്തിൽ റഷ്യക്ക് കനത്ത തിരിച്ചടിയാണ് ഇനി വരാനിരിക്കുന്നതെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് അവസരത്തിൽ പറഞ്ഞ വ്ളാഡിമിർ സെലൻസ്കി ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ കമന്റ് അങ്ങനെയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ നമുക്ക് അറിഞ്ഞുകൂടാ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്ന്. പക്ഷേ റഷ്യയിൽ എന്തോ ഒരു പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു സൂചനയാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ ഇതുകൊണ്ടായിരിക്കാം റഷ്യൻ പ്രസിഡന്റ് കഴിഞ്ഞ കുറച്ചു നാളായിട്ട് ഏത് രാജ്യത്ത് പോകുമ്പോഴും അദ്ദേഹത്തിന്റെ ഒപ്പം അദ്ദേഹത്തിന്റെ വിസർജ്യ വസ്തുക്കൾ പോലും അവർ ശേഖരിച്ച് തിരിച്ച് റഷ്യയിൽ കൊണ്ടുപോകുമായിരുന്നു. അപ്പം ഒരു മൊബൈൽ ടോയ്ലറ്റുകളുമായിട്ടാണ് അദ്ദേഹത്തിന്റെ പുറകെ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏത് തരത്തിലുള്ള തുപ്പല് പോലും ചെല്ലുന്ന രാജ്യത്ത് അദ്ദേഹം ഉപേക്ഷിക്കാറില്ല. കാരണം അതിലൂടെ പരിശോധന നടത്തി. അതെ, പറഞ്ഞു എന്തെങ്കിലും പോയിസൺ ഉള്ളിൽ ചെന്നിട്ടുണ്ടോ എന്നുള്ള സംശയം എല്ലാവർക്കും കാണും, എവിടെ വെച്ചെങ്കിലും. അല്ല, അങ്ങനെയും ഉണ്ടാവാം. പോയിസൺ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ മേൽ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയവും ഉണ്ടാവാം. എന്തായാലും ശരി, ഇത് ഇത്തരം ആരോഗ്യസ്ഥിതിയുടെ പ്രത്യേകതകൾ പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ വിസർജ്യ വസ്തുക്കൾ ഉൾപ്പെടെ മറ്റൊരു രാജ്യത്തിൽ അതിന്റെ ഒരു അംശം പോലും അവശേഷിപ്പിക്കാതെ അവർ തിരികെ കൊണ്ടുപോകുന്നത് എന്നാണ് ഇപ്പോ പുറത്തു വരുന്നിട്ടുള്ള ഒരു വാർത്ത. അത് നമുക്ക് നിഷേധിക്കാനും പറ്റത്തില്ലല്ലോ, കാരണം കൺഫേം ചെയ്യാനും പറ്റില്ല. പക്ഷെ എങ്കിലും ഒരു ചെല്ലുന്ന രാജ്യത്തൊന്ന് തുപ്പാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിലേക്ക് പുടിൻ മാറിയിരിക്കുന്നു. അത് ഒരുപക്ഷെ ഏകാധിപത്യങ്ങളുടെ ഒരു പ്രതിസന്ധി ആയിരിക്കാം. കാരണം അവർക്ക് ഏത് നിമിഷമാണ് അവർ തകർച്ചയിലേക്ക്, അല്ലെങ്കിൽ ആരോഗ്യമാവട്ടെ, അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അധികാരത്തിന്റെ ഒരു ദൗർബല്യങ്ങളാവട്ടെ, ഇതൊക്കെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ശത്രുക്കള് അവരെ ഇല്ലാതാക്കും. അപ്പൊ അത്തരം ഒരു വീക്ക്നെസ് ലോകത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പോൾ പുടിന്റെ
പിന്നെ എന്തായാലും തിരോധാനം എന്ന് പറയുന്ന അത്ര ദിവസമായിട്ടില്ല. 12 ദിവസം അത്ര ദീർഘമായ ഒരു കാലയളവല്ല. പക്ഷെ എന്നാൽ തീർത്തും ചെറിയൊരു കാലയളവുമല്ല. ഇതിനിടയിൽ യുറേഷ്യൻ സമ്മിറ്റ് എന്ന ഒരു, അതായത് യൂറോപ്പിലെയും ഏഷ്യയിലെയും ചില രാജ്യങ്ങൾ, സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള ഒരു സമ്മിറ്റ് പഴയ മംഗോളിയ ആസ്ഥാന കോഴിക്കോട്ടെ. എന്നുള്ള ആ ആസ്ഥാന എന്ന പിന്നെ സ്ഥലത്ത് വെച്ച് നടക്കാനിരുന്നതായിരുന്നു. പക്ഷെ അത് മാർച്ചിലേക്ക് മാറ്റി. പുട്ടിന്റെ അഭാവം നിമിത്തമാണ് ഈ സമ്മിറ്റ് മാറ്റി വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, പുട്ടിന് എന്തായാലും ശരി വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ആരോഗ്യസ്ഥിതി അദ്ദേഹത്തിന് ഇല്ല. അത് നമുക്ക് ഉറപ്പിക്കാം. കാരണം നമ്മൾ ആദ്യം പറഞ്ഞു, ഇത് ഈ വാർത്തകൾ സ്ഥിരീകരിക്കുന്ന ഒരു പിന്നെ വിശദീകരണവും റഷ്യയിൽ നിന്ന് വന്നിട്ടില്ല എന്ന്. പക്ഷേ ഈ യുറേഷ്യൻ സമ്മിറ്റ് പുട്ടിന്റെ അഭാവത്തിൽ മാറ്റിവെച്ചത് നിശ്ചയമായിട്ടും ഈ ഒരു അദ്ദേഹത്തിന്റെ അസാന്നിധ്യം കാരണമാണ്. മാത്രമല്ല അത് മാർച്ചിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിന്റെ കാരണമൊന്നും അവർ വെളി പറഞ്ഞിട്ടില്ല. അതാണ് പറഞ്ഞിട്ടില്ല. അപ്പോ ഒരുപക്ഷെ മാർച്ചോട് ഒന്ന് ഇടപെട്ടോട്ടെ. പറഞ്ഞോട്ടെ. ഇങ്ങനൊരു ഡിസ്ക്ലോസ് അവർ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇവർ പറയാതിരിക്കുന്നത് കൊണ്ട് ജനങ്ങളുടെയും പ്രത്യേകിച്ച് സൈന്യത്തിൻ്റെ ഇടയിൽ കൺഫ്യൂഷൻ വർദ്ധിപ്പിക്കാതെ ആത്യന്തികമായി റഷ്യയുടെ മൊത്തമുള്ള മിലിറ്ററി കേപ്പബിലിറ്റിയെ ബാധിക്കുക വിഷയം എന്താ? തീർച്ചയായിട്ടും ഒരു ആത്മവിശ്വാസം, അതായത് സൈന്യത്തിന്റെ മൊറാൽ, ആത്മവീര്യം ഒരു തരത്തിൽ ചോർത്തിക്കളയാം. ഇത് ചിലപ്പോൾ ചോർത്തിക്കളയാം. പക്ഷേ നമ്മളിത് പുറത്ത് നമ്മൾ അറിയുന്നുണ്ട്, പക്ഷെ ഇത് റഷ്യയിൽ അറിയുന്നില്ലല്ലോ. റഷ്യയിൽ അവിടെ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടാണ്. അവിടെ പിന്നെ വാട്സാപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ രീതിയിലുമുള്ള സമൂഹ മാധ്യമങ്ങളിലും പിന്നെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ കാര്യം പറയേണ്ടതില്ല. അതെല്ലാം തീർച്ചയായിട്ടും അവര് സെൻസർ ചെയ്തിട്ട് മാത്രമേ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വാർത്തകൾ വരൂ. അപ്പൊ റഷ്യക്കുള്ളിൽ ഈ ഒരു ദിവസങ്ങൾ കഴിഞ്ഞിട്ടാ പറയുന്നത്. തീർച്ചയായിട്ടും. പിന്നെ മാത്രവുമല്ല, പല പാശ്ചാത്യ മാധ്യമങ്ങളും പറയുന്നത് ഇദ്ദേഹത്തിന് ബോഡി ഡബിൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇദ്ദേഹത്തിനെ പോലെ ഉള്ള രൂപസാദൃശ്യമുള്ള ആൾക്കാര് അവിടെ പിന്നെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അഥവാ വ്ളാഡിമിർ പുടിൻ ഒറിജിനൽ പുടിൻ എന്തെങ്കിലും സംഭവിച്ചാലും ഈ പറയുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് കുറെ നാൾ അവിടെ ഭരിക്കും. അവിടുത്തെ ഒരു അധികാരം നിയന്ത്രിക്കുന്ന ഒരു കോട്ടറി എന്ന് മരണവിവരം പുറത്താകണം എന്ന് തീരുമാനിക്കുന്നു, അന്ന് മാത്രമേ പുറത്താകൂ. അവര് കണ്ടെത്തിയിരിക്കുന്ന ഉചിതമായ ഉചിതമായ സമയത്ത് മാത്രമേ അവരുടെ പിന്നെ രാജ്യ താല്പര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കോട്ടറിയുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് മാത്രമേ പിന്നീട് കോട്ടറി ഈ മരണവിവരം പുറത്തുവിടാൻ സാധ്യതയുള്ളൂ. അങ്ങനെ സംഭവിച്ചാൽ, ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു അവസ്ഥ, അദ്ദേഹം മരിച്ചുപോയതായിട്ടൊന്നും ഒരു വാർത്തകളിലും വന്നിട്ടില്ല. അദ്ദേഹത്തിന് കടുത്ത ആരോഗ്യ പ്രതിസന്ധിയിലാണ് എന്നുള്ള രീതിയിലാണ് വാർത്തകളെല്ലാം വരുന്നത്. ഇടയ്ക്ക് ഇദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷെ അത് ചികിത്സിച്ച് നേരത്തെ വന്നിരുന്നു. പക്ഷെ അത് ചികിത്സിച്ച് ഭേദമാക്കി എന്നുള്ള സൂചനകളാണ് പിന്നീട് വന്നത്. അപ്പോ ഈ ഒരു സംഭവം ഈ എങ്ങനെയാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തെയും അമേരിക്കയുടെ സമാധാന ശ്രമങ്ങളെയും ബാധിക്കുന്നത് എന്നുള്ളതാണ് പുറം ലോകം ഇപ്പം വളരെ കൗതുകകരമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പിന്നെ സെലൻസ്കിയെ പോലൊരാള് കുറച്ചുകൂടി ബോൾഡ് ആവാൻ സാധ്യതയുണ്ട്. ഇനിയും പുടിൻ ജീവിച്ചിരിക്കുകയാണ്, പക്ഷെ അദ്ദേഹത്തിന് തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റാത്ത, മുൻനിരയിൽ നിന്ന് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയാൽ അത് സെലൻസ്കിയെ കുറച്ചുകൂടി അദ്ദേഹത്തിന് ഇനി അതെ ബോൾഡ് ആക്കുകയും ഈ തൽക്കാലത്തേക്ക് ഇനി ഇപ്പൊ യുദ്ധത്തിന് സമാധാനം ഒന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്യും. അത് യുദ്ധത്തിനൊരു സമാധാനം കണ്ടെത്താൻ അല്ലെങ്കിൽ പിന്നെ തീരുമാനം കണ്ടെത്താനുള്ള അമേരിക്കയുടെ ശ്രമത്തിനും അതൊരു തരത്തിൽ തിരിച്ചടിയാണ്. തൽക്കാലം നല്ല ബന്ധമായി. ഇത് നമ്മുടെ നല്ല ബന്ധം ചീത്ത ബന്ധം എന്നൊരു നിർവചനം യഥാർത്ഥത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഇല്ല. അവര് പിന്നെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള കൺവീനിയൻസ്, ഫ്രണ്ട്ഷിപ്പ് ഓഫ് കൺവീനിയൻസേ ഉള്ളൂ അവിടെ. നമ്മുടെ താല്പര്യം ഇന്നതാണെങ്കിൽ ആ താല്പര്യം നമ്മളും അവരുമായിട്ട് യോജിച്ച് നിൽക്കുകയാണ്, അവർക്കും ഇതേ താല്പര്യമാണെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളായി. താല്പര്യം മാറുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സൗഹൃദവും മാറിക്കൊണ്ടിരിക്കും.
മാറിക്കൊണ്ടിരിക്കും. അല്ല, ഈ ഇതിനിടയ്ക്ക് ഇത് ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. ഇപ്പം നമ്മൾ തീർച്ചയായിട്ടും റഷ്യയായിട്ട് ഒരു ലോങ് ടേം ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ത്യ. ആ ഇന്ത്യ അതെ അതെ ഗ്രാജുവലായിട്ട് റഷ്യയിൽ നിന്നും അടുത്ത് മാറി അമേരിക്കയോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കാരണങ്ങളിലൊന്നും ഇതാവോ? പുട്ടിൻ്റെ തിരോധനോ അല്ലെങ്കിൽ പുട്ടിൻ ആ, അതെ. തീർച്ചയായിട്ടും ആ ഒരു ചോദ്യത്തില് അതിനുള്ള ഒരു സാധ്യത ഞാൻ തള്ളിക്കളയില്ല. എന്തെന്നാൽ ആ, ഉ- ഒരു ഒറ്റ വ്യക്തിയിലാണ് ഇന്ന് റഷ്യയുടെ നേതൃത്വം ഇരിക്കുന്നത്. ആ വ്യക്തിക്ക് എന്ത് സംഭവിച്ചാലും ആ. ആ രാജ്യത്ത് വരാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റം എങ്ങനെയാണെന്ന് നമുക്ക് പ്രവചിക്കാൻ പോലും പറ്റില്ല. ഇപ്പൊ അമേരിക്കയിലെ ആരധികാരത്തിൽ വന്നാലും അമേരിക്കയുടെ വിദേശ നയത്തിലും ഒക്കെ ചില ഡിഗ്രികളുടെ വ്യത്യാസം ഉണ്ടാകും സിസ്റ്റം റിമെയിൻസ് ദ സെയിം. എന്നുള്ളതല്ല. സിസ്റ്റം റിമൈൻസ് ദ സെയിം. ബട്ട് ഇൻ റഷ്യസ് കേസ് ഇറ്റ് ഇസ് നോട്ട് സോ. അതാണ്. അതായത് റഷ്യയിലെ ഭരണാധികാരിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ രാഷ്ട്രത്തിന്റെ പോളിസികളെ വല്ലാതെ മാറ്റിമറിക്കും. റാഡിക്കൽ ചേഞ്ചസ് ഉണ്ടാകാം. ആ റാഡിക്കൽ ചേഞ്ചസ് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു ഇന്ത്യ പോലും വളരെ കരുതലോടായിരിക്കും ഇനി പുട്ടിനുമായിട്ട് ഇടപെടുന്നത്. കാരണം ഇപ്പം ശ്രദ്ധിച്ചാൽ അറിയാം, അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഒരു കൊറോളറി ഉണ്ട്. അതായത് ഇന്ത്യ ഇപ്പം US-ഉമായിട്ടൊരു ട്രേഡ് ഡീലിൽ ഒപ്പിട്ടു. യഥാർത്ഥത്തിൽ അത്ര പോസിറ്റീവ് അല്ല. റഷ്യയെ സംബന്ധിച്ചാണെങ്കിലും അത് അത്ര പോസിറ്റീവ് അല്ല. കാരണം റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങുന്ന ക്രൂഡ് ഓയിലിന്റെ അളവ് ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായിട്ട് ഇല്ലാതായിട്ടില്ല, കുറഞ്ഞിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. അപ്പൊ ഈ റഷ്യയുടെ എക്സ്പോർട്ട് കുറയുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും റഷ്യയുടെ സമ്പദ്ഘടനയ്ക്ക് തിരിച്ചടിയാണ്. കാരണം റഷ്യ മുഖ്യമായിട്ടും ഈ ക്രൂഡ് ഓയിൽ എക്സ്പോർട്ടിലൂടെയാണ്, പിന്നെ ആയുധങ്ങൾ, ഈ രണ്ട് കാര്യങ്ങളാണ് അവരുടെ. നമ്മൾ അവരുടെ SU-57 അല്ല പ്രിഫർ ചെയ്തിരിക്കുന്നത്. മിസൈൽ സിസ്റ്റം റഫാൽ അല്ല, റഫാലാണ് ഞാൻ പറഞ്ഞ SU-57 എന്ന അത് യുദ്ധവിമാനം. നമ്മൾ ഫ്രാൻസിന്റെ പ്രിഫർ ചെയ്തു. സ്വാഭാവികമായിട്ടും ഇതൊക്കെ തന്നെ റഷ്യക്ക് ചെറിയ അലോരസങ്ങൾ ഉണ്ടാക്കാം. പക്ഷെ ശരിക്കും അത്ര വലിയൊരു വിരോധത്തിന്റെ കാരണമൊന്നുമില്ല, അവർ പ്രകടിപ്പിച്ചിട്ടുമില്ല. പക്ഷെ എങ്കിലും എനിക്ക് തോന്നുന്നു ഇന്ത്യയും വളരെ കരുതലോടാണ്. ഇപ്പൊ അങ്ങ് ചോദിച്ചതുപോലെ, അതായത് പുടിൻ എന്ന വ്യക്തിയുടെ അഭാവം എങ്ങനെയൊക്കെ റഷ്യയുടെ വിദേശ നയത്തെയും സമ്പദ്ഘടനയെയും സാമ്പത്തിക ബന്ധങ്ങളെയും ഒക്കെ ബാധിക്കും എന്നുള്ളത് അപ്പോൾ മാത്രമേ നമ്മൾ തിരിച്ചറിയൂ. ഈ ഒരു യാഥാർത്ഥ്യം ഒരുപക്ഷെ പല രാജ്യങ്ങളെയും ഇനി കരുതലോടെ ഇരിക്കാൻ പ്രേരിപ്പിക്കും. റഷ്യൻ സൈന്യം ഇത് തൽക്കാലം അറിയാൻ പോകുന്നില്ലെങ്കിലും അവർക്ക് പുടിനെ പോലെ ഒരു ഡയറക്റ്റ് കമാൻഡ് കൊടുക്കാൻ പറ്റിയ ഒരു നേതാവ് ആവണമെന്നില്ല അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അധികാരത്തിന്റെ നിയന്ത്രണം കൈക്കലാക്കാൻ. അതെ അതെ അതെ, തീർച്ചയായിട്ടും അത് വലിയ ഒരു ചലനങ്ങൾ ഏഷ്യയിൽ മാത്രമല്ല ലോകത്തിലെ തന്നെ ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി, രണ്ടാമത്തെ ശക്തി എന്ന സ്ഥാനം റഷ്യക്ക് തന്നെയാണ്. അപ്പോൾ ചൈന സമ്പദ്ഘടനയിലൊക്കെ വലിയ ശക്തി ആയെങ്കിലും ന്യൂക്ലിയർ ആയുധങ്ങളുടെ എണ്ണത്തിലും മിസൈലുകളുടെ റീച്ചിലും അതുപോലെ ഹൈപ്പർസോണിക് മിസൈലുകളുടെ എണ്ണത്തിലും ഒക്കെ തന്നെ റഷ്യ തന്നെയാണ് ചിലതിലെങ്കിലും ഒന്നാം സ്ഥാനത്ത് അവർ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വലിയ ചലനങ്ങൾ ലോകത്തെമ്പാടും ഉണ്ടാക്കും. എന്തായാലും വരും ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് ഇത്തരം കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുന്ന ഒരു മുറയ്ക്ക് അത് നമുക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം. തൽക്കാലം നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ കൂടുതൽ കോഷ്യസ് ആവണം ഇന്ത്യ പ്രത്യേകിച്ചും. തീർച്ചയായിട്ടും. നന്ദി.